കേന്ദ്ര സർക്കാർ ഡീലിമിറ്റേഷൻ കൊണ്ടുവരുന്ന കാര്യം നിങ്ങൾ എത്ര പേര് അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതായത് മണ്ഡല പുനർനിർണ്ണയം. സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഈ തീരുമാനത്തിനെതിരെ രംഗത്തും വന്നിട്ടുണ്ട്. ആദ്യം എന്താണ് ഡീലിമിറ്റേഷൻ, അതെങ്ങനെയാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ബെനിഫിറ്റ് ആകുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. 1951 നമ്മുടെ രാജ്യത്ത് ആദ്യ ജനറൽ ഇലക്ഷൻ നടക്കുന്നത്. അന്ന് ലോക്സഭയിലെ സീറ്റ് 494. കാരണം നമ്മുടെ ജനസംഖ്യ 36 കോടിയായിരുന്നു. 1971 ഈ സീറ്റുകൾ 543 ഉയർത്തി. കാരണം ജനസംഖ്യ വർദ്ധിച്ചു, അതിന് ആനുപാതികമായി ലോക്സഭയിലെ സീറ്റുകളും വർദ്ധിച്ചു. പക്ഷെ 1971 ഈ സീറ്റുകളുടെ കണക്ക് 2001 വരെ ഫ്രീസ് ചെയ്യും. കാരണം നമ്മുടെ രാജ്യത്ത് അനിയന്ത്രിതമായി പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കാൻ സർക്കാരുകൾ തീരുമാനിച്ചു. ഓരോ സംസ്ഥാനത്തോടും ജനസംഖ്യാ നിയന്ത്രണ ബോധവൽക്കരണം നൽകാനും അത് നടപ്പിലാക്കാനും ഉത്തരവിറക്കി. 2001 ഇത് 2026 വരെ ഫ്രീസ് ചെയ്തു. അതായത് 2026 വരെ സീറ്റുകൾ കൂടാൻ പാടില്ല. ഇതിങ്ങനെ ചെയ്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയില്ലെങ്കിൽ ലോക്സഭയിൽ ഓരോ സംസ്ഥാനത്തിന്റെയും പ്രാതിനിധ്യം കൂടിക്കൂടി വരും. 2026 ആയപ്പോൾ ഈ ചർച്ച വീണ്ടും ഉയർന്നു വരികയാണ്. ഇത് രണ്ട് തരത്തിലാണ് ഇവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒന്ന്, 543 സീറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ ജനസംഖ്യ അയച്ച് സീറ്റുകൾ നിർണ്ണയിക്കുക. ഇത് അഫക്ട് ചെയ്യാൻ പോകുന്നത് ജനസംഖ്യാ നിയന്ത്രണം നന്നായിട്ട് നടത്തിയ കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളെയാണ്. ഇത് നടപ്പിലാക്കിയാൽ കേരളത്തിന് നഷ്ടപ്പെടാൻ പോകുന്നത് 8 സീറ്റോളമാണ്. ഉത്തർപ്രദേശിൽ ജനസംഖ്യ അടിസ്ഥാനത്തിൽ സീറ്റുകൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അവർക്ക് കിട്ടാൻ പോകുന്നത് 11 സീറ്റാണ്. ബീഹാറിൽ കൂടുന്നത് 10 സീറ്റ്, രാജസ്ഥാനിൽ കൂടുന്നത് 6 സീറ്റ്, മധ്യപ്രദേശിൽ കൂടുന്നത് 4 സീറ്റ്. ഈ 4 സംസ്ഥാനങ്ങളിലായി കൂടുന്നത് 33 സീറ്റ്. ഈ കൂടുന്ന സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് ആരാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നടന്നു കഴിഞ്ഞാൽ തമിഴ്നാട്, കേരളം, ആന്ധ്ര, തെലങ്കാന എന്നിവർക്ക് 8 സീറ്റുകൾ വീതമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. മൊത്തം കുറയുന്നത് 26 സീറ്റ്. സൗത്ത് ഇന്ത്യയുടെ സീറ്റ് ഷെയർ 24% നിന്ന് 19% കുറയും. ലോക്സഭയിൽ നമ്മുടെ പ്രാതിനിധ്യം അവിടെ നന്നേ കുറയാൻ പോവുകയാണ്. ഇനി അടുത്ത സിനാറിയോ 848 സീറ്റാക്കാൻ പോവുകയാണെന്ന് കരുതുക.